3 പേരുടെ പേരുകൾ കൂടി പറയുന്നുണ്ടല്ലോ അരുൺ, മറ്റു വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഉന്മേഷ്, 3 സ്ത്രീകളാണെന്നാണ് പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ 3 സ്ത്രീകളും ഒരേ നാട്ടുകാരാണ്. തലപ്പാടിയിൽ അവർ ബന്ധുവീട്ടിലേക്ക് വരികയായിരുന്നു എന്നും പറയുന്നുണ്ട്. 7 പേരുണ്ടായിരുന്നു ആ പ്രദേശത്തെന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതിൽ ഓട്ടോറിക്ഷയിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. 7 പേർക്കും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. 4 പേരുടെ മരണമാണ് നിലവിൽ പോലീസ് സ്ഥിരീകരിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ച് പോലീസിനും വ്യക്തത ലഭിച്ചിട്ടില്ല. ഈ മംഗലാപുരത്തെ ആശുപത്രികളാണ്, അതുകൊണ്ട് പോലീസിനും വ്യക്തത ലഭിച്ചിട്ടില്ല. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന കാര്യം പോലീസും പരിശോധിക്കുന്നുണ്ട്. നിലവിൽ 4 മരണം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ 3 പേർ സ്ത്രീകളാണ് എന്നും പറയുന്നുണ്ട്. ഈ മംഗലാപുരത്തേക്കും അതുപോലെ തന്നെ കേരളത്തിലേക്കുമൊക്കെ ആളുകൾ പോകുന്ന ഒരു പ്രദേശമാണ്. അവിടെ ബസ് കാത്തും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളെയൊക്കെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ തലപ്പാടി. അതിർത്തി മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. സാധാരണക്കാരായ ആളുകളാണ് ആ പ്രദേശത്ത് കൂടുതലായും ഇങ്ങനെ ബസ് കാത്തു നിൽക്കുകയൊക്കെ ചെയ്യാറ്. വലിയ ആൾക്കൂട്ടം ആ പ്രദേശത്ത് പലപ്പോഴായി ഉണ്ടാവാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോട്ടറി കടകളും, അവിടെ നിരവധി ലോട്ടറി കടകളും ഉണ്ട്. കർണാടകത്തിൽ നിന്നൊക്കെ ആളുകൾ കേരള ലോട്ടറിയെ ആശ്രയിച്ച് ഇവിടെ വന്ന് ലോട്ടറി എടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. മുൻപും സമാനമായ രീതിയിലൊരു അപകടം ഉണ്ടായിരുന്നു. ഒരു ലോറി നിയന്ത്രണം വിട്ട ഈ ലോട്ടറി കടയിലേക്ക് ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദേശീയപാത 66 ദേശീയപാത 66 അമിത വേഗതയിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കാറ്.